ബിനോയ് വിശ്വം. ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും രാഷ്ട്രീയമൊക്കെ മാറി വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ നിർത്തിയ സമയത്തുമൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പമായിരുന്നപ്പോൾ ബിനോയ് വിശ്വം അന്താരാഷ്ട്ര തലത്തിലേക്ക് AIYF റെപ്രസെൻ്റ് ചെയ്ത് പോകുന്ന ആളായിരുന്നു. അന്താരാഷ്ട്ര യുവജന സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹേഗിൽ നടന്ന സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ ബിനോയ് വിശ്വം ഒരു ഉയർന്നു വരുന്ന വലിയ താരമായിരുന്നു. പക്ഷേ ബിനോയ് വിശ്വം അങ്ങനെ ഉയർന്നു വന്നു. അപ്പം നമ്മളൊക്കെ എനിക്ക് CPI സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ AISFലും CPIയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ബിനോയ് വിശ്വമൊക്കെ നാളെ പാർട്ടി ജനറൽ സെക്രട്ടറിയൊക്കെ ആയി വന്നാൽ എങ്ങനെയായിരിക്കും, പാർട്ടി ഭയങ്കര ആദർശ ശുദ്ധിയൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പറയുമായിരുന്നു ബിനോയ് വിശ്വമൊക്കെ പഠനം നല്ല ആളെന്നൊക്കെ പറയുക. പക്ഷേ കാലം കഴിഞ്ഞു. ബിനോയ് വിശ്വം മന്ത്രിയായിരുന്നപ്പോഴും കുറേ വനം വകുപ്പിൻ്റെ ആയിരുന്നെങ്കിൽ പോലും കുറേ സുഗതമ്മ ടീച്ചറുമായിട്ടൊക്കെ ചേർന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ ശ്രമിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ വനം വകുപ്പിൽ ചെയ്യാൻ ശ്രമിച്ചു. മരങ്ങളൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ കുറേ അധികം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞാണ് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത്, സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ ആ സംസ്ഥാന സെക്രട്ടറി ആയ സ്ഥലത്ത് വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ, PK വാസുദേവൻ നായർ, അങ്ങനെ വളരെ വലിയ മഹാമേരുക്കൾ ഇരുന്നിട്ടുള്ള ഒരു പോസ്റ്റാണത്. ചെറിയ പോസ്റ്റല്ല. CPIയുടെ CPMൻ്റെ അവർ എത്ര ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിയോ എത്ര വോട്ടുണ്ടോ അതൊന്നുമല്ല വിഷയം. CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു പദവിയാണ്, നല്ലൊരു പദവിയാണ്. CPMൻ്റെ അതുപോലെ തന്നെ ഇടതുപക്ഷം അപ്പുറത്തെടുത്താൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഇത് രണ്ടും നാലും, പിന്നെ കേരള കോൺഗ്രസ് ഇപ്പോൾ ഭിന്നിച്ചൊക്കെ നിൽക്കുന്നു. അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെയും മാണിസാറൊക്കെ ഉള്ളപ്പോൾ വളരെ വലിയൊരു അങ്ങനെ 3-4 പാർട്ടിയാണ് കേരളത്തിൽ തലയെടുപ്പുള്ള സെക്രട്ടറിമാർ. അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട്, അവർ പറയുന്ന തീരുമാനങ്ങൾക്ക് വലിയ വിലയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇന്നലെ വളരെ മനോഹരമായ ഒരു അവസരം ബിനോയ് വിശ്വം ഉപയോഗിച്ചത്. ബിനോയ് വിശ്വത്തിനെതിരെയും ഇസ്മായിലിൻ്റെ നേതൃത്വത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്തൊക്കെ വന്നു. അതെല്ലാം അങ്ങനെ നിൽക്കട്ടെ, അത് ചർച്ച ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. പക്ഷേ വളരെ കൃത്യമായി ബിനോയ് വിശ്വം ഇന്നലെ നല്ലൊരു തീരുമാനമെടുത്തു. അതിനകത്തുള്ള എല്ലാവരും കണ്ടുപഠിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നതിൽ. കണ്ടുപഠിക്കേണ്ട കാര്യം, ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് ഈ വിഷയം വന്നപ്പോൾ ബിനോയ് വിശ്വം ഉടനെ തന്നെ മന്ത്രിമാരുടെ യോഗം ചേരുന്നു, അവിടെ പറ്റുന്ന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പേ സീനിയർ നേതാക്കളും മന്ത്രിമാരുമായിട്ട് യോഗം ചേരുന്നു. വലിയ കൺസൾട്ടേഷനാണ്, ജനാധിപത്യപരമായ കൺസൾട്ടേഷനാണ് ബിനോയ് വിശ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബിനോയ് വിശ്വത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ന് കേരളത്തിൽ ഒരു പാർട്ടിയിലും കാണാത്തൊരു ജനാധിപത്യ ചർച്ച ബിനോയ് വിശ്വം പാർട്ടിക്കകത്ത് വച്ചു എന്നുള്ളത്, ഈ വിഷയത്തിൻ്റെ മെരിറ്റ് അവിടെ നിൽക്കട്ടെ, പക്ഷേ വച്ചു എന്നുള്ളത് ബിനോയ് വിശ്വത്തിന് തന്നെയാണ് ബിഗ് ഹാറ്റ്സ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം ഇന്നലെ മുഖ്യമന്ത്രി അപ്പോൾ എല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള എല്ലാവരും പറഞ്ഞു മുഖ്യമന്ത്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും. MV ഗോവിന്ദൻ മാഷിനും അതുപോലെ MA ബേബിക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി വന്ന് കണ്ണുരുട്ടുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിരട്ടുകയോ, രണ്ട് രീതിയിലുണ്ടല്ലോ, സ്നേഹം കൊണ്ടോ വിരട്ടൽ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ് ഇതിനെ പാച്ചപ്പ് ചെയ്തെടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിട്ടും ബിനോയ് വിശ്വം പിടികൊടുത്തില്ല. നേരിട്ട് 3:30 മണി മുതൽ 4:30 മണി വരെ സംസാരിച്ചിട്ടും പിടികൊടുത്തില്ല. മന്ത്രിമാർ രേഖാമൂലം അവരുടെ അതൃപ്തി അറിയിച്ചു. അപ്പോൾ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു ബിനോയ് വിശ്വം. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ രാജയെ കൂടെ നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല. ഒരു പാർട്ടിക്ക്, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ ഒത്തുതീർപ്പടക്കും, അവിടെ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ ഒത്തുതീർപ്പടക്കും. ഇതെല്ലാം വിട്ടുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പിന് 6 മാസം പോലും സമയമില്ലാത്ത സമയത്ത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ബിനോയ് വിശ്വം എടുത്തിട്ടുണ്ട്. ബിനോയ് വിശ്വം മാത്രമല്ല, അവരുടെ കൂടെ ഉള്ളവർ. 2 മന്ത്രിമാർ രാജിവെക്കാൻ തയ്യാറാണെന്നും 2 പേർ തയ്യാറല്ലെന്നുള്ള ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ CPI ഒരു തീരുമാനമെടുത്താൽ 4 മന്ത്രിമാരും രാജിവെക്കാൻ തന്നെയാണ് സാധ്യത. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും രാജിവെക്കും. പക്ഷേ രാജിക്കപ്പുറം ഇന്നലെ ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ബിനോയ് വിശ്വം ഇറങ്ങി വന്ന് വളരെ പാകതയോടുകൂടിയാണ്, ഒരു ഭാവ വ്യത്യാസമില്ലാതെ, മുഖഭാവ വ്യത്യാസമില്ലാതെ വളരെ പാകതയും പക്വതയോടുകൂടി ബിനോയ് വിശ്വം ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ എല്ലാ പക്വതയോടും കൂടി ഇന്നലെ സെക്രട്ടറിയുടെ എല്ലാ പക്വതയോടും കൂടിയാണ് പത്രലേഖകരെ മാധ്യമങ്ങളെ സമീപിച്ചത്. ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. വളരെ സിമ്പിൾ, ഒറ്റ വാക്കിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അതിന് കൃത്യമായൊരു ഉറപ്പ് CM തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും, 4-ാം തീയതി തീരുമാനിക്കും. മന്ത്രിസഭയിലെ നാളത്തെ യോഗത്തിന് പോകില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടില്ല. അത് പക്ഷേ ചാനലുകളൊക്കെ അല്ലാതെ മാന്തിപ്പറിച്ചൊക്കെ എടുത്ത ഒരു വാർത്തയാണ്. പക്ഷേ അത് സത്യമാകാനാണ് സാധ്യതയുള്ളത്. നാളത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പോകാൻ സാധ്യതയില്ല. CPI 4 പേരും വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി ക്യാബിനറ്റ് യോഗം മാറ്റി വയ്ക്കുമോ എന്നുള്ളത് വേറെ കഥ.
എന്തായാലും നാളത്തേൽ പോകാൻ സാധ്യതയില്ല. 4-ാം തീയതി CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ കൂടുന്നു എന്നറിയുന്നു. അതിൻ്റെ ഒരു ജനാധിപത്യമുണ്ട്. ഒന്ന്. രണ്ടാമത് CPI ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചൊരു വിഷയം PM ശ്രീയിൽ ഒപ്പിട്ടതല്ല. ഇത് ഒരുപക്ഷെ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി ക്യാബിനറ്റിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സബ് കമ്മിറ്റി എടുത്ത്, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സബ് കമ്മിറ്റി എടുത്ത്, ആ സബ് കമ്മിറ്റിയുടെ ചില ശുപാർശകളൊക്കെ വെച്ചുകൊണ്ട് കേന്ദ്രവുമായി 2 ചർച്ചയൊക്കെ നടത്തി ഒപ്പിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും CPI വീഴുമായിരുന്നു, അതിൽ സമ്മതിക്കുമായിരുന്നു. CPI എത്രയോ കാര്യങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ CPI സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രൊസീജിയറൽ വലിയ ഒരു അപമാനമാണ് CPIക്ക് ഉണ്ടായത്. ആ അപമാനത്തിൽ നിന്ന് കരകയറാൻ CPIയുടെ മുന്നിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ. 1979 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി PK വാസുദേവൻ നായർ രാജിവെച്ചതിന് ശേഷം, അതായത് 80, 2000, 25, 46 വർഷങ്ങൾക്ക് ശേഷം CPI അവരുടെ വ്യക്തിത്വം നിലനിർത്തിയിരിക്കുന്നു. ഇത് അന്തസ്സുള്ളൊരു വ്യക്തിത്വമാണ് നിലനിർത്തിയത്. ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ. CPI എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ, ബിനോയ് വിശ്വം എടുത്ത തീരുമാനം ശരിയാണോ, ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ ഒരു ഒപ്പിട്ട് പോയ കാര്യത്തിൽ പിന്നെ തർക്കിക്കാവോ, ഇതെല്ലാം അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളാണ്. പക്ഷേ ഒരു നിലപാടിൻ്റെ പുറത്ത് ഒരു പാർട്ടി ഒരു നയം എടുക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ടൊരു അധ്യായമായിരിക്കും. ഞാനീ പറഞ്ഞില്ല, 46 വർഷങ്ങൾക്കിപ്പുറം CPI അവരുടെ വ്യക്തിത്വം നിലനിർത്തിയിരിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. അത് CPIക്ക് ഇക്കാര്യം മാത്രമല്ല കൈയടിച്ചിരിക്കുന്നത്, CPMലെ മഹാഭൂരിപക്ഷം പേരും ഇതിൽ കൈയടിച്ചിരിക്കുകയാണ്. അവരെല്ലാം നാളെ CPIയിൽ വരത്തൊന്നുമില്ല. പക്ഷേ CPMലെ മഹാഭൂരിപക്ഷം പേരും ഇതിൽ കൈയടിച്ചിരിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകർ കൈയടിച്ചിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി നിൽക്കുന്ന മാധ്യമങ്ങൾ പോലും, ഒരുപക്ഷെ CPI അടി ഒന്നുകൂടി ഊരട്ടെ അല്ലെങ്കിൽ ഒന്നുകൂടി വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും CPIക്ക് വലിയ ഒരു അപ്പർ ഹാൻഡ് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അവരെ വാഴ്ത്തുപാട്ടുകളാണ് എല്ലാ ചാനലുകളും ചെയ്യുന്നത്. എല്ലാ പത്രങ്ങളും CPIയെ വാഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും ബിനോയ് വിശ്വം കാലത്തിനനുസരിച്ച് ഉയർന്നു എന്ന് പറയാം. D രാജ അതുപോലെ തന്നെ ഉയർന്നു എന്ന് പറയാം. വളരെ സിമ്പിളായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. ക്യാബിനറ്റിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നയപരമായൊരു തീരുമാനം എടുത്തത് ശരിയായില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ CPM അടക്കമുള്ള പാർട്ടികൾ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ശരിയായില്ല എന്നാണ് വളരെ കൃത്യമായി ബിനോയ് വിശ്വം പല തരത്തിൽ CPMന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അത് CM വഴിയും കൊടുത്തിരുന്നു. എന്നിട്ട് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ അവിടെ നടന്ന സമ്മേളനത്തിലും CM പ്രസംഗിച്ചു. അതിലൊരു കുത്തുണ്ടായിരുന്നു, വികസനത്തിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം, വികസനത്തിനെ എതിർക്കുന്നവരെ കൂടെ അല്ല ഗവൺമെൻറ് എന്ന് പറഞ്ഞു. എന്നാൽ വികസനമെന്നാൽ എന്തും ചെയ്യലല്ല, തത്വാധിഷ്ഠിത വികസനമാണ് വികസനം എന്ന് വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അവതരിപ്പിച്ചു. അപ്പോൾ ഇത് വഴക്കൊന്നുമല്ല, ഇതൊരു നിലപാടാണ്, വലിയൊരു നിലപാടാണ്. ആ നിലപാടിൽ ഇന്ത്യയിൽ ആര് ജയിക്കും, ആര് തോൽക്കും? ഈ കാലഘട്ടത്തിൽ, കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാലത്തിൽ, എല്ലാം അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലത്തിൽ ആദർശ രാഷ്ട്രീയത്തിനും തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിനും നിലനിൽപ്പുണ്ടോ എന്ന് കാലം തെളിയിക്കുന്ന ഒരു തീരുമാനമാണ് ബിനോയ് വിശ്വം എടുത്തത്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അന്തസ്സോടെ വെടിപ്പോടെ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം ചെയ്ത നടപടി, ആ പ്രോസസ്സ് അറിയിക്കുന്നു. രണ്ടാമത്, ഇതിൻ്റെ ഒരു ജനാധിപത്യ പ്രക്രിയ അദ്ദേഹം നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എല്ലാവരുമായിട്ട് കൺസൾട്ടേഷൻ നടത്തുന്നു പാർട്ടിക്കകത്ത്. അത് ചെറിയ കാര്യമല്ല, ഒരു പാർട്ടിയിലുമില്ല. ഈ കൺസൾട്ടേഷൻ CPMനകത്തും CPI തമ്മിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും PM ശ്രീയിലും ചിലപ്പോൾ ഒപ്പിടുമായിരുന്നു, തീർച്ചയായിട്ടും ഒപ്പിടാമായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാകുകയും ഇല്ലായിരുന്നു.